വെൽക്കം ബാക്ക് ടു സ്പൈസി ഡിലൈറ്റ്സ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി അതിൻ്റെ ക്ഷീണവും തിരക്കും ഒക്കെ ആയിപ്പോയി. മൊത്തത്തിലൊരു തിരക്കും ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതെ ഇരുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. നാട്ടിലത്തെ ആ ഒരു മഴയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, തിരിച്ചെത്തി. ഇവിടെ ഇപ്പോൾ നല്ല ചൂടും, ഇപ്പോൾ ഈ ചൂടും സഹിച്ച് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി എന്നൊന്നും പറയാനില്ല. പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലത്തെ പാനിപ്പൂരി റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു പാനിപ്പൂരി റെസിപ്പി തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു വീഡിയോയിൽ അങ്ങ് തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ പാനിപ്പൂരി റെസിപ്പി. അപ്പോൾ നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് മസാല വെള്ളം തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്. അത് എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാനത് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ആക്കി നന്നായിട്ട് ഇത് അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാളംപുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പുളിക്ക് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പച്ച കളറിലുള്ള മസാല വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡ് കളറുള്ളൊരു മസാല വെള്ളം കൂടി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി വാളംപുളിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ ശർക്കര 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഈ മസാല വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല വെള്ളം റെഡി. അപ്പോൾ 2 മസാല വെള്ളം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് പച്ച കളറുള്ളതും ഒന്ന് ഇതുപോലെ നല്ല റെഡ് കളറുള്ള മസാല വെള്ളം. ഇനി ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു മസാല മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളക്കടല വേവിച്ച് വെച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡി. അപ്പോൾ നമ്മുടെ മസാല വെള്ളവും റെഡി, ഫില്ലിങ് റെഡി. ഇനി നമുക്ക് പാനിപ്പൂരിയുടെ ആ ഒരു പൂരി റെഡിയാക്കണ്ടേ. പാനിപ്പൂരിയിലെ പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി കുഴയ്ക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് മാവ് കുഴയ്ക്കേണ്ട, പരത്തണ്ട, റൗണ്ട് ഷേപ്പ് ആക്കണ്ട, അതൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി റെഡിയാക്കാം. ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കൊണ്ടാണ് ഞാനൊരു പൂരി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മസാല വെള്ളവും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്ത് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ആ പൂരി തയ്യാറാക്കാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൂരി. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളത് പരത്തി സമയം കളയൊന്നും വേണ്ട. ഇത് ഇട്ടാൽ മതി. നമുക്ക് വേഗം പൊരിച്ച് എടുക്കുന്നതാണ്, ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ പൂരി ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂരി റെഡിയായി, നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയായി, 2 രീതിയിലുള്ള മസാല വെള്ളം റെഡി. അപ്പോൾ ഇനി കഴിക്കുന്നത് അത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത കൂട്ടത്തിൽ അത് എടുത്തിരുന്നു. പക്ഷേ സംഭവം ഇപ്പോൾ അത് മിസ്സിങ് ആണ്, എവിടെ പോയി എന്നറിയില്ല. കാരണം ഞാനത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതും പിന്നെ ഈ 2 രീതിയിലുള്ള മസാല വെള്ളത്തിൽ മുക്കി കാണിക്കുന്നതൊക്കെ ഞാൻ സംഭവം എടുത്തിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ ക്ലിപ്പ് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ആ സമയത്ത് വീഡിയോ ഓഫായിപ്പോയ ഒരു ഐഡിയ ഇല്ല. സംഭവം എന്തായാലും ഫോണിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു പാർട്ട് ഞാനിതിൽ വെക്കുന്നില്ല, കാരണം എൻ്റെ എല്ലാം അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ ഒരു പൂരി എടുത്ത് ജസ്റ്റ് ഒരു ഹോൾ സെൻറ്ററിൽ വെച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ആ ഒരു റെഡ് കളറുള്ള മസാലകളുണ്ടല്ലോ അത് കുറച്ച് ഒഴിക്കുക. അതിനുശേഷം എന്നിട്ട് ഈ ഗ്രീൻ കളറിലുള്ള ആ ഒരു മസാല വെള്ളത്തിലും കൂടി ഒന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞ് നേരെ എടുത്ത് കഴിച്ചോളുക. അതാണ് നമ്മുടെ പാനിപ്പൂരി. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്പൈസിയും അതേപോലെ ടാങ്കിയും ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. പുളിയും എരിവും മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു പൂരി നല്ല ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നില്ല, ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കാരണം 2 മസാല വെള്ളം പിന്നെ ഈ ഒരു ഫില്ലിങ്ങും റെഡിയാക്കാൻ വലിയ അധികം പാടൊന്നുമില്ല. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി മാത്രം പോരാ, ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.